പൊതുവെ പറഞ്ഞാൽ മാർക്സിസത്തിൻ്റെ തന്നെ ഈ സൂക്ഷ്മധാരണയെ പലപ്പോഴും മാറ്റിവെച്ചുകൊണ്ട് വളരെ ലളിതവൽകൃതമായ അടിത്തറ മേൽപ്പുര എന്ന് പറയുന്ന ഒരു യാന്ത്രിക പ്രതിഫലന യുക്തി സംസ്കാരത്തിൻ്റെ മണ്ഡലത്തെ മുൻനിർത്തി അവതരിപ്പിക്കുകയാണ് ഔപചാരികമായി ഏറെക്കുറെ നടന്നത്. ഇതിനെതിരെയുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ശ്രമം നടക്കുന്നത് ഗ്രാംഷി വഴിയാണ്. 1930-നും 1950-നും ഇടയിൽ സംസ്കാരത്തിൻ്റെ മണ്ഡലത്തെ നവീകരിക്കാനുള്ള അല്ലെങ്കിൽ അഴിച്ചു പണിയാനുള്ള ധാരാളം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഓരോ ശ്രമത്തെയും വളരെ പ്രാഥമികമായി ഒന്ന് സൂചിപ്പിച്ച് അത് അവസാനിപ്പിക്കാൻ മാത്രമേ ഇനി നമുക്ക് സമയമുള്ളൂ. ഗ്രാംഷി ഇതിൽ ചെയ്തൊരു കാര്യം, ഗ്രാംഷി പറഞ്ഞത് ഒരു സാമൂഹ്യ വർഗത്തിന്, ഒരു വർഗവിഭാഗത്തിന് അധീശത്വം കൈവരണമെങ്കിൽ, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഹെജിമണി, സമ്പൂർണ്ണ മേൽക്കോയ്മ കൈവരണമെങ്കിൽ ആ മേൽക്കോയ്മയ്ക്ക് 2 ഘടകങ്ങൾ ഉണ്ടാകണം. ഒന്ന്, ഭരണകൂടപരമായ ആധിപത്യം ആ വർഗവിഭാഗത്തിന് ഉണ്ടാകണം. പട്ടാളം, പോലീസ്, കോടതി, നീതിന്യായ സംവിധാനങ്ങൾ ഇതൊക്കെ ആ വർഗത്തിൻ്റെ നിയന്ത്രണത്തിൽ വരണം. 2, ആ വർഗത്തിന് ആ സമൂഹത്തിൻ്റെ ബോധത്തിൽ ആധിപത്യം വരണം. അഥവാ അധീശവർഗത്തിൻ്റെ ലോകബോധം സമൂഹത്തിൻ്റെ പൊതുബോധമാക്കി മാറ്റാൻ കഴിയണം. അധീശവർഗത്തിൻ്റെ ലോകബോധത്തെ സമൂഹത്തിൻ്റെ പൊതുബോധമാക്കുന്ന മണ്ഡലമാണ്, ആ പ്രക്രിയ അരങ്ങേറുന്ന മണ്ഡലമാണ് സംസ്കാരത്തിൻ്റെ മണ്ഡലം. ഭരണകൂടപരമായ സംവിധാനങ്ങളെ വർഗപരമായ ആധിപത്യത്തിന് വിധേയമാക്കുന്ന മണ്ഡലമാണ് രാഷ്ട്രീയ മണ്ഡലം എന്ന് പറയും. അതുകൊണ്ട് രാഷ്ട്രീയ മണ്ഡലം പോലെ തന്നെ വർഗാധിപത്യത്തിൻ്റെ സുപ്രധാനമായ അടിത്തറയാണ് സംസ്കാരത്തിൻ്റെ മണ്ഡലം. അതുകൊണ്ട് വർഗപരമായ ആധിപത്യ ഘടനകളെ പൊളിച്ചു പണിയണമെങ്കിൽ ഭരണകൂടപരമായ മണ്ഡലങ്ങളിലുള്ള അധീശവർഗത്തിൻ്റെ കാഴ്ചപ്പാടുകളെ, മേൽക്കൈയെ അട്ടിമറിക്കുന്നത് പോലെ തന്നെ അധീശവർഗത്തിൻ്റെ പ്രത്യയശാസ്ത്ര മണ്ഡലത്തെയും അല്ലെങ്കിൽ ലോകബോധത്തെയും അട്ടിമറിക്കേണ്ടതുണ്ട്. ലളിതമായി പറഞ്ഞാൽ സംസ്കാരത്തിൻ്റെ മണ്ഡലം എന്നത് വർഗസമരത്തിൻ്റെ മണ്ഡലം തന്നെയാണ്. വർഗസമരത്തിൻ്റെ മുന്നണി പടയാളിയായിട്ട് പാർട്ടിയും പൊളിറ്റിക്കൽ അവാങ്കാർഡ് എന്ന നിലയിൽ തൊഴിലാളി വർഗ പാർട്ടി ഉണ്ടെങ്കിൽ സംസ്കാരമെന്ന വർഗസമര മേഖലയിലെ മുന്നണി പടയാളികളായിട്ടാണ് ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് ഉയർന്നു വരേണ്ടത് എന്ന് അദ്ദേഹം കരുതി. ജൈവ ബുദ്ധിജീവികൾ എന്താണ് ജൈവ ബുദ്ധിജീവി ചെയ്യുന്നത്? അധീശവർഗത്തിൻ്റെ ആധിപത്യപരമായ അവബോധത്തെ അട്ടിമറിച്ച് ഒരു ബദൽ അവബോധ രൂപീകരണം വഴി അധീശവർഗത്തിൻ്റെ സാമൂഹ്യ ശക്തിയെ, സ്വാധീനത്തെ ദുർബലപ്പെടുത്തുകയും അട്ടിമറിക്കുകയും ചെയ്യുന്ന ജോലിയാണ് ജൈവ ബുദ്ധിജീവി ചെയ്യുന്നത്. ആധിപത്യം 2 തരത്തിലാണ്, ഭരണകൂടപരവും അവബോധപരവും. ഭരണകൂടപരമായ ആധിപത്യത്തെ ചെറുക്കുന്ന രാഷ്ട്രീയ സമരങ്ങൾ പൊളിറ്റിക്കൽ അവാങ്കാർഡ് പാർട്ടിയായിട്ട് വരും. സംസ്കാരത്തിൻ്റെ അവബോധപരമായ ആധിപത്യത്തെ അട്ടിമറിക്കുന്ന അവബോധപരമായ വർഗസമരത്തിൻ്റെ മണ്ഡലം സംസ്കാരത്തിൻ്റെ മേഖലയായിട്ട് വരും. അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ മേഖല എന്നത് വർഗസമരത്തിൻ്റെ അനുബന്ധ കാര്യപരിപാടിയുടെ മേഖലയല്ല. സംസ്കാരത്തിൻ്റെ മേഖല വർഗസമരത്തിൻ്റെ കേന്ദ്രമേഖലകളിലൊന്നാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം സാമാന്യബോധം, ഹെജിമണി, ട്രഡീഷണൽ ഇൻ്റലക്ച്വൽ, ഓർഗാനിക് ഇൻ്റലക്ച്വൽ, വിദ്യാഭ്യാസം, പല പല ഘടകങ്ങളെ വെച്ച് അദ്ദേഹം അതിനെ വിശദീകരിക്കേണ്ടായി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, അത് മറ്റൊരു വലിയ വിഷയമാണ്. ഗ്രാംഷി കൊണ്ടുവന്ന സുപ്രധാനമായ പരിവർത്തനം എന്താണെന്ന് വെച്ചാൽ, ഈ ആധിപത്യമെന്ന് പറയുന്നത് ഭരണകൂടപരവും മർദ്ദകവുമായ സംവിധാനങ്ങൾക്ക് മുകളിലുള്ള പിടിമുറുക്കം വഴി മാത്രം വരുന്നതല്ല, അവബോധത്തിന് മുകളിലുള്ള പിടിമുറുക്കം വഴി കൂടി വരുന്നതാണ്. ഇത് പുതിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത്ര പുതിയ കാര്യമൊന്നുമല്ല. മാർക്സിൻ്റെ പ്രസ്താവന, ഞാൻ ഉദ്ധരിച്ച പ്രസ്താവനയിൽ അതുണ്ട്. ഐഡിയാസ് ബിക്കംസ് എ മെറ്റീരിയൽ ഫോഴ്സ്. നിങ്ങളെ പിടികൂടിയിരിക്കുന്ന ആശയം ഏതാണ്? അത് അധീശവർഗ ആശയമാണെങ്കിൽ ഈ അധീശവർഗ ആശയത്തെ ചെറുത്തു തോൽപ്പിക്കാതെ നിങ്ങൾക്ക് അധീശവർഗ സ്വാധീനത്തെ ചെറുക്കാൻ പറ്റില്ല.
ഇത് എളുപ്പം മനസ്സിലാവാൻ നമ്മുടെ നാട്ടിലേക്ക് നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം മതനിരപേക്ഷവാദികളാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായിട്ടാണ്. അവബോധപരമായിട്ട് നമ്മളെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയൊന്നും മതനിരപേക്ഷവാദികളാകാനുള്ള വഴിയില്ല. നമ്മൾ മതനിരപേക്ഷവാദികളല്ല എന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. അറിഞ്ഞാലേ തിരുത്തേണ്ട കാര്യമുള്ളൂ. അപ്പം ഞാൻ ലളിതമായൊരു ഉദാഹരണം പറയട്ടെ. ഇന്ത്യൻ പാരമ്പര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യം വരുന്ന ഉത്തരം എന്താണ്? വേദങ്ങൾ, ഉപനിഷത്തുകൾ, രാമായണം, മഹാഭാരതം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പാരമ്പര്യം എന്താണെന്ന ചോദ്യത്തിന് വേദങ്ങളുടെ 1000 മടങ്ങ് സ്വാധീന ശക്തി ഇന്ത്യയിലുണ്ടായിരുന്ന ബുദ്ധൻ എന്ന പേര് വരാത്തത്? ചാർവാകൻ എന്നുള്ള പേരൊന്നുമല്ല, ചാർവാകൻ ആ നിലയിലല്ല. ബുദ്ധൻ പക്ഷേ ഈ വേദങ്ങളുടെ 1000 മടങ്ങ് സ്വാധീനം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരാളാണ്. ഒരുപക്ഷെ ലോകത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ സംഭാവനയുടെ പേര് ബുദ്ധൻ എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ ഓർമ്മയിൽ ഒന്നും ബുദ്ധൻ വരാത്തത്? ആ വരായികയുടെ പേരാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ മേൽക്കൈ നേടിയിരിക്കുന്ന അധീശവർഗബോധം എന്ന് പറയും. ഇന്ത്യൻ പാരമ്പര്യമാണ് വേദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല. ആ തർക്കമില്ലായ്മയിൽ കൂടിയാണ് വർഗാധിപത്യം തുടരുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇന്ത്യൻ പാരമ്പര്യം എന്താണ് എന്ന് ചോദ്യം ഉന്നയിച്ച് അത് വേദോപനിഷത്തുകൾ മാത്രമല്ല, അത് ബുദ്ധനാണ്, അത് ബദൽ പാരമ്പര്യങ്ങളാണ്, ആദിവാസികളുടെ നിർമ്മാണ വിദ്യയാണ്, അത് തദ്ദേശീയ സമൂഹങ്ങളുടെ ജ്ഞാനാർജന രീതികളാണ് എന്ന് വാദിച്ചുറപ്പിക്കുന്ന പരിപാടി വർഗസമരം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ അത് അനുബന്ധ പരിപാടി അല്ല. ഗ്രാംഷി എന്തുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ ചെന്നുപെട്ടതെന്ന് ചോദിച്ചാൽ, ഈ മാർക്സൊക്കെ പറഞ്ഞിരുന്നല്ലോ, വികസിത തൊഴിലാളി വർഗമുള്ള ജർമ്മനിയിലോ ബ്രിട്ടനിലോ ആയിരിക്കും വിപ്ലവം വരിക. അവസാനം വന്നത് ഫാസിസമാണ്. വിപ്ലവം വന്നില്ല എന്ന് മാത്രമല്ല, ഭയങ്കര വികസിത തൊഴിലാളി വർഗം ഉണ്ടായിട്ട് ഫാസിസം വന്നു. ജർമ്മനിയിൽ, ഇറ്റലിയിലും വന്നു. ഇറ്റലി പിന്നെ ആ നിലയിൽ വ്യാവസായിക വികാസം ഉണ്ടായിട്ടുള്ള ആൾ. സാന്ദർഭികമായിട്ടൊരു കാര്യം പറയട്ടെ, കലാകാരന്മാർ ധാരാളം ഫാസിസ്റ്റുകളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഇപ്പം ഉണ്ടായ സൂക്കേടാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അന്നും ധാരാളം പേരുണ്ട്. മാരിനെറ്റി, ഫ്യൂച്ചറിസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിൽ ലോക കലയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ആശയങ്ങൾ അവതരിപ്പിച്ച ഒരാളായിരുന്നു മാരിനെറ്റി. ഫ്യൂച്ചറിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ എഴുതിയിട്ടുണ്ട്. കേസരി ബാലകൃഷ്ണപിള്ള മാരിനെറ്റിയെക്കുറിച്ച് ഒരു ദീർഘമായ പ്രബന്ധവും നവലോകത്തിൽ എഴുതിയിട്ടുണ്ട്, ഫ്യൂച്ചറിസവും കേരള കലകളും. ആ മാരിനെറ്റി മുസോളിനിയുടെ കൂടെ പോയി. എലിയറ്റിൻ്റെ തന്നെ കവി ഗുരു ആയിരുന്ന എസ്ര പൗണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് ജർമ്മനി പോയി ഹിറ്റ്ലറുടെ പ്രചാരകനായി. T.S. എലിയറ്റ് ഇംഗ്ലണ്ടിൽ പോവാഞ്ഞതുകൊണ്ട് ആകാവുന്ന പോലെ യാഥാസ്ഥിതികത്വം ബ്രിട്ടനിലിരുന്ന് പ്രചരിപ്പിച്ചു എന്നേ പറഞ്ഞുവിടൂ. ഹൈഡഗറെ പോലെ മഹാചിന്തകൻ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കവികളും കലാകാരന്മാരും ഒക്കെ ഫാസിസ്റ്റുകളുടെ കൂടെ അന്നും ഉണ്ടായിരുന്നു. അത് ചരിത്രത്തിലൊരു വലിയ ലക്ഷണമാണ്. നമ്മളിപ്പോൾ കണ്ട് പരിഭ്രമിക്കേണ്ടെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ കലാകാരന്മാരെപ്പോഴും സ്വാതന്ത്ര്യവാദികളായിരിക്കും എന്നും കരുതേണ്ട കാര്യമില്ല. ചരിത്രത്തിൽ അങ്ങനെ ആയിട്ടില്ല എപ്പോഴും. ഞാൻ പറഞ്ഞു വന്ന ആശയം, ഗ്രാംഷിയുടെ പ്രശ്നം ഇങ്ങനെ വികസിത മുതലാളിത്ത ഉൽപാദന വ്യവസ്ഥ വന്നിട്ടും എന്തുകൊണ്ട് വിപ്ലവം വരുന്നില്ല? 929 വലിയ സാമ്പത്തിക പ്രതിസന്ധി വിപ്ലവപരമായ സാമൂഹ്യ പരിവർത്തനത്തിലേക്കല്ല, ഫാസിസത്തിലേക്കാണ് യൂറോപ്പിനെ കൊണ്ടുചെന്നെത്തിച്ചത്. എന്തുകൊണ്ട്? ഈ ചോദ്യം മുസോളിനിയുടെ ജയിലറയിൽ കിടന്ന് ഈ ചോദ്യത്തെ അഭിസംബോധന ചെയ്തിട്ടാണ് ഗ്രാംഷി അതിൻ്റെ ഉത്തരമായിട്ട് സമൂഹത്തിലെ വർഗാധിപത്യം എന്ന് പറയുന്നത് ഭരണകൂടപരം മാത്രമായിട്ടല്ല, അവബോധപരം കൂടിയായിട്ടാണ് രൂപപ്പെടുന്നത് എന്നും അവബോധപരമായ ആധിപത്യത്തിനെതിരായ സമരത്തിൽ വിജയം വരിക്കാത്തിടത്തോളം കാലം അധീശവർഗത്തിനെതിരായ സമരം വിജയിക്കില്ല എന്നും അദ്ദേഹം പറയുകയും സംസ്കാരത്തെ വർഗസമരത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്തത്. വാസ്തവത്തിൽ ഇത് എംഗൽസ് നിർദ്ദേശിക്കുന്ന ചരിത്രത്തിൻ്റെ സവിശേഷ ഘട്ടങ്ങളിൽ അന്തിമമായ നിർണായകത്വം സമ്പദ് വ്യവസ്ഥയ്ക്കാണെങ്കിലും അതിനെ നീക്കി വച്ചുകൊണ്ട് സാംസ്കാരിക മേൽപ്പുരയിലെ ഘടകങ്ങൾക്ക് ചരിത്ര പ്രക്രിയയിൽ നിർണായകത്വം കൈവരാം എന്ന നോഷനെ, എന്ന സൂചനയെ
സൈദ്ധാന്തികവൽക്കരിച്ച് സമഗ്രമായൊരു സാമൂഹ്യ സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഗ്രാംഷി അവിടെ ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഗ്രാംഷിയുടെ നോഷൻ ഒറിജിനലായ ക്ലാസിക്കലായ മാർക്സിസ്റ്റ് നോഷനിൽ നിന്നുള്ള വഴിതെറ്റലൊന്നുമല്ല. സംസ്കാരഘടനയെ പൊളിറ്റിക്കൽ എക്കോണമിയിലേക്ക് കുത്തിക്കടത്തി മാർക്സിസത്തിൻ്റെ സമരവീര്യത്തെ ദുർബലപ്പെടുത്തിയ ഒരു ഹെഗേലിയൻ മാർക്സിസ്റ്റാണ് അല്ലെങ്കിൽ സാംസ്കാരിക മാർക്സിസ്റ്റാണ് ഗ്രാംഷി എന്ന വിമർശനത്തിന് യാതൊരു അർത്ഥവുമില്ല. മറിച്ച് സമൂർത്തമായ സാഹചര്യത്തെ സമൂർത്തമായി അഭിസംബോധന ചെയ്തപ്പോൾ 30കളിലെ യൂറോപ്യൻ അനുഭവത്തെ മുൻനിർത്തി ഗ്രാംഷി ഉണ്ടാക്കിയെടുക്കുന്നതാണ് സംസ്കാരവും വർഗസമരവും തമ്മിലുള്ള ബന്ധം എന്ന ഈ ആശയം. ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്നത് വർഗസമരത്തെ സംബന്ധിച്ച സുപ്രധാനമായ ഒരു അടിത്തറയാണ് എന്ന് അദ്ദേഹം അവിടെ വച്ച് പറയുകയും ഒക്കെ ചെയ്തു. ഇത് പിന്നീട് ഈ ഘട്ടത്തിൽ മറ്റു ചില സമരങ്ങളും നടക്കുന്നുണ്ട്. അതിലൊന്ന് മോഡേണിസത്തെക്കുറിച്ച് ലൂക്കാച്ചും വാൾട്ടർ ബെഞ്ചമിനും തമ്മിലൊക്കെ നടന്ന തർക്കങ്ങളാണ്. ബ്രെറ്റ്, വാൾട്ടർ ബെഞ്ചമിൻ, ലൂക്കാച്ച്. ഈ മോഡേണിസ്റ്റ് കലയെ പൊതുവെ നിഷേധാത്മകമായി കാണുകയാണ് ഈ ലൂക്കാച്ച് ചെയ്യുന്നത്. ലൂക്കാച്ച് മോഡേണിസ്റ്റ് കലയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളിൽ എംഗൽസിൻ്റെ സൂചനകളെ വികസിപ്പിച്ച് ഈ ടൈപ്പുകൾ എന്നതിനെ വളരെ പ്രധാനപ്പെട്ട അടിത്തറയാക്കി മാറ്റുകയും ചരിത്രപരമായ പ്രക്രിയകളെ പ്രകാശിപ്പിക്കുന്ന മട്ടിൽ അനുഭവവേദ്യമായ സ്ഥാനങ്ങൾ ആയി കലയിൽ തെളിയുന്നതാണ്, സാഹിത്യത്തിൽ തെളിയുന്നതാണ് ടൈപ്പുകൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം റിയലിസത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. വാൾട്ടർ ബെഞ്ചമിനാകട്ടെ ബ്രെറ്റാകട്ടെ കഫ്കയ്ക്കും കമ്മ്യൂനും അതുപോലെയുള്ള എഴുത്തുകാർക്കും വേണ്ടി വാദിച്ചുകൊണ്ട് മോഡേണിസ്റ്റ് കലയിൽ തെളിയുന്ന രൂപപരമായ പരീക്ഷണങ്ങൾ വാസ്തവത്തിൽ നിലനിൽക്കുന്ന അവബോധ നിർമ്മിതിക്കെതിരായ സമരങ്ങളാണ് എന്ന് വാദിക്കുകയാണ് ചെയ്തത്. കാരണം ലോകയാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കുന്നത് ആവിഷ്കൃതമാകുന്ന രൂപങ്ങളിലൂടെയാണ്. കലയുടെ സവിശേഷ രൂപത്തിലൂടെയാണ് കല നമുക്ക് തെളിയുന്നത്. കലാനുഭവം നമുക്ക് കൈമാറി കിട്ടുന്നത് രൂപസംവിധാനങ്ങൾക്കുള്ളിൽ വച്ചാണ്, രൂപസംവിധാനങ്ങൾക്ക് പുറത്തല്ല. കല കേവലമായ ആശയങ്ങളല്ല, രൂപവൽക്കരിക്കപ്പെട്ട ആശയങ്ങളാണ്. രൂപത്തിനുള്ളിലെ ആശയത്തിന് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു രൂപ സംവിധാനം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയക്രമത്തെ നിർണയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രൂപവും ഭാവവും എന്ന കേരളത്തിലെ മാർക്സിസ്റ്റ് ചിന്തയിൽ വളരെ വലുതായി പിന്നീട് ഉയർന്നു വന്ന പ്രശ്നം വാസ്തവത്തിൽ ഒരു ഇല്ലാ പ്രശ്നമാണ്. രൂപത്തിനകത്ത് കോരി നിറയ്ക്കാവുന്ന ഒന്നല്ല ഭാവം, ഭാവപരമായി മാത്രം സാധ്യമാകുന്നതാണ് രൂപം. അല്ലാതെ രൂപവും ഭാവവും ഭിന്നമായി കാണുന്നത് ബൂർഷ്വാ ബൈനറി തിങ്കിങ് ആണ്. മാർക്സിസ്റ്റ് നോഷൻ രൂപ സംവിധാനം എന്നത് ഭാവബദ്ധമാണെന്നും ഭാവബന്ധങ്ങൾ രൂപത്തിനുള്ളിൽ മാത്രമേ സാധ്യമാകൂ എന്നുമാണ്. നോവൽ എന്നത് മധ്യവർഗത്തിൻ്റെ കലയാണ് എന്ന് പറയുന്നത് നോവൽ ഒരു ജനുസ് മാത്രമല്ല, നോവൽ ഒരു ലോകബോധത്തിൻ്റെ പ്രകാശന രൂപമാണ്. എമർജിങ് മിഡിൽ ക്ലാസ് ബൂർഷ്വാസി ഉയർന്നു വരുന്നു. ആ ബൂർഷ്വാ സിവിൽ സൊസൈറ്റിയുടെ അഭിലാഷങ്ങളെ, വീക്ഷണഗതികളെ ഒരു പുതിയ ജനുസ് പ്രകാശിപ്പിക്കുന്നതാണ് നോവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നോവൽ ഒരു രൂപമായിരിക്കെ തന്നെ ഒരു ചരിത്രബന്ധാണ്. ഭാവഗാനം ഒരു രൂപമായിരിക്കെ തന്നെ സ്വകാര്യ വ്യക്തി എന്ന ആധുനിക സങ്കല്പവുമായി അതിൻ്റെ ഭാവമണ്ഡലം ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. വ്യക്തികൾ ഒറ്റതിരിഞ്ഞ വ്യക്തികളാണ് എന്ന ധാരണയാണ് ആത്മകഥയും ജീവചരിത്രവുമായി തീരുന്നത്. ഇങ്ങനെ ഏത് രൂപത്തിലും ചരിത്രം അലയടിക്കുന്നുണ്ട്. അത് പ്രമേയമായിട്ടല്ല, രൂപമായി തന്നെ. അതുകൊണ്ട് രൂപത്തിൽ കോരി നിറയ്ക്കുന്ന ഒന്നാണ് ഭാവമെന്ന് കരുതാതെ രൂപഭാവങ്ങൾ ചരിത്രപരമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് എന്നും, അതുകൊണ്ട് നിലവിലുള്ള രൂപസംവിധാനങ്ങളെ തകർത്തുകൊണ്ട് പുതിയ രൂപസംവിധാനങ്ങൾ ആവിഷ്കരിച്ചാൽ മാത്രമേ നിലനിൽക്കുന്ന ലോകബോധത്തെ തകർക്കാനാവൂ എന്ന് വാദിച്ചുകൊണ്ടാണ് ബ്രെറ്റിനെയും വാൾട്ടർ ബെഞ്ചമിനെയും ഒക്കെ പോലുള്ള ആളുകൾ മോഡേണിസ്റ്റ് കലയ്ക്ക് വേണ്ടി നിലക്കൊണ്ടത്. അതല്ലാതെ മോഡേണിസ്റ്റ് കല ബൂർഷ്വാ ജീർണതയുടെ രൂപമാത്ര പരീക്ഷണങ്ങളല്ല എന്നാണ് അവർ വാദിച്ചത്. അങ്ങനെ സംസ്കാരത്തെ സംബന്ധിക്കുന്ന ഇതിൽ സംസ്കാര സംബന്ധമായി പ്രാധാന്യമുള്ള വിഷയം എന്താണ്? ഈ ആശയങ്ങൾ എന്ന് പറയുന്നത് ഉൽപാദന വ്യവസ്ഥയിൽ നിന്ന് പ്രതിഫലനാത്മകമായി രൂപപ്പെടുന്നതല്ല, മറിച്ച് ആശയങ്ങളുടെ രൂപീകരണക്രമം അഥവാ അവബോധത്തിൻ്റെ നിർമ്മാണ പദ്ധതിയായി മാറി അത് ആ സമൂഹ യാഥാർത്ഥ്യത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് റിയലിസ്റ്റിലൂടെ തെളിഞ്ഞു വന്ന സാമൂഹിക യാഥാർത്ഥ്യമല്ല
ഇന്നത്തെ നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യം. ശ്ലഥവും ചതറിയതും മുതലാളിത്ത സമൂഹത്തിൽ അത്യന്തം അന്യവൽക്കരിക്കപ്പെട്ടതും ഒക്കെയായ പുതിയ ലോക യാഥാർത്ഥ്യത്തെ ക്ലാസിക്കൽ റിയലിസത്തിൻ്റെ രൂപഘടനയ്ക്കകത്ത് ആവിഷ്കരിക്കാൻ കഴിയില്ലെന്നും അതിന് നോവലിൻ്റെ രൂപഘടനയെ പൊളിച്ചു പണിയേണ്ടതുണ്ടെന്നും ആ പൊളിച്ചു പണിയലാണ് മോഡേണിസ്റ്റുകൾ നടത്തുന്നത് എന്നുമാണ് ബ്രെറ്റും ബെഞ്ചമിനുമൊക്കെ വാദിച്ചത്. അങ്ങനെ രൂപമെന്നതിനെ മുൻനിർത്തിക്കൊണ്ട് അവബോധ നിർമ്മിതിയുടെയും സംസ്കാരത്തിൻ്റെയും മണ്ഡലത്തെക്കുറിച്ചുള്ള ധാരണകളെ, മാർക്സിസ്റ്റ് ധാരണകളെ വഴിതിരിച്ചു വിടാൻ, സൂക്ഷ്മവൽക്കരിക്കാനായിട്ട് ഈ വാൾട്ടർ ബെഞ്ചമിൻ്റെയും അതുപോലെ ബ്രെറ്റിൻ്റെയും ഒക്കെ ശ്രമങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്രാംഷി ഒരു ഭാഗത്ത്, ഗ്രാംഷി ഇത് ജയിലിൽ കിടന്നാണ് എഴുതുന്നത്. ഗ്രാംഷിയുടെ എഴുത്തുകളൊക്കെ പിന്നീട് എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് പുസ്തക രൂപത്തിൽ പുറത്തു വരുന്നത്, ലോകത്തിൻ്റെ ചർച്ചയിൽ വരുന്നത്. അപ്പോഴേക്കും 1960-70കളായി. ഗ്രാംഷി എഴുതിയത് 30കളിലാണെങ്കിലും അത് പുറത്തു വന്നതും ലോകം അത് ശ്രദ്ധിച്ചതും 1970കളിലാണ്. അങ്ങനെ വേറൊരാൾ കൂടിയുണ്ട് കേട്ടോ. സ്റ്റാലിൻ്റെ കാലത്ത് വലിയ തോതിൽ വേട്ടയാടപ്പെട്ട് സൈബീരിയയിലെ ഒരു കുഗ്രാമത്തിൽ കാല് മുറിച്ച് മാറ്റപ്പെട്ട്, രോഗം കൊണ്ടാണ് കാല് മുറിച്ച് മാറ്റപ്പെട്ട് ഒരു സ്കൂൾ മാഷായിട്ട് ആരുമറിയാതെ ജീവിച്ച് മരണകാലത്ത് മാത്രം ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു മഹാപണ്ഡിതനുണ്ട്, മിഖായേൽ ബക്തിൻ. ആ മിഖായേൽ ബക്തിനാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ സംസ്കാര വിശകലനത്തിന് അടിസ്ഥാനമാകാവുന്ന വലിയ സങ്കല്പനങ്ങൾ ആവിഷ്കരിച്ചത്. മിഖായേൽ ബക്തിൻ്റെ നേതൃത്വത്തിലാണ് ഭാഷയെക്കുറിച്ചുള്ള മാർക്സിസ്റ്റ് വിശകലനത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ ആവിഷ്കാരങ്ങൾ മാർക്സിസം ആൻഡ് ദ ഫിലോസഫി ഓഫ് ലാംഗ്വേജ് എന്ന പേരിൽ VN വോളോഷിനോവ് എന്ന ബക്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഗ്രന്ഥം ബക്തീനിയൻ ആശയങ്ങളുടെ ഏറ്റവും സൂക്ഷ്മമായ ഒരു അപഗ്രഥനമാണ്. ഭാഷയെക്കുറിച്ചുള്ള സ്റ്റാലിൻ ഉണ്ടാക്കിയ പ്രതിഫലനവാദവും ഭാഷയെക്കുറിച്ച് ഫെർഡിനാൻഡ് സൊഷൂറിനെ പോലുള്ള ഭാഷാചിന്തകന്മാരുണ്ടാക്കിയ അമൂർത്തമായ ഭാഷാ വ്യവസ്ഥാ സങ്കല്പവും രണ്ടിനെയും ഒരുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭാഷ എന്ന് പറയുന്നതിനെ ചരിത്ര പ്രക്രിയയായി കണ്ട് ആ പ്രക്രിയ എങ്ങനെയാണ് ഉച്ചാരണം മുതൽ ഭാഷയുടെ ആവിഷ്കാരം വരെയുള്ള സമസ്ത തലങ്ങളിലും പ്രവർത്തിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന അത്യന്തം അത്ഭുതകരമായ വിശകലന പാഠവും കാണിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വോളോഷിനോവിൻ്റെ മാർക്സിസം ആൻഡ് ദ ഫിലോസഫി ഓഫ് ലാംഗ്വേജ്. നിർഭാഗ്യവശാൽ ആ പുസ്തകം എഴുതിയ മനുഷ്യൻ സൈബീരിയയിലെ ഏതോ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടു. ബക്തിൻ സൈബീരിയയിലെ ഒരു സ്കൂളിലെ അധ്യാപകൻ മാത്രമായിട്ട് മരണകാലം വരെ അജ്ഞാതനായിട്ട് ജീവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ PhD ഡെസർട്ടേഷൻ പ്രോബ്ലംസ് ഓഫ് ഡെസ്റ്റോവ്സ്കീസ് പോയറ്റിക്സ് എന്ന ഡെസ്റ്റോവ്സ്കിയുടെ കാവ്യശാസ്ത്രത്തിൻ്റെ പ്രശ്നങ്ങൾ, ആ പ്രബന്ധത്തിലാണ് ഇന്ന് നാം ഒരു വാചകത്തിൽ 3 തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബഹുസ്വരത എന്ന വാക്യം എന്ന സങ്കല്പന ആവിഷ്കരിക്കപ്പെട്ടത്. ഭക്തിൻ്റെ വാക്യമാണ്, ഭക്തി കൊണ്ടുവന്ന കൺസെപ്റ്റാണ് പോളിഫണി, ബഹുസ്വരത. നാം ഇപ്പോൾ മുട്ടിന് പ്രയോഗിക്കുന്ന വാക്കാണ്. ഈ ബഹുസ്വരതയെ ആവിഷ്കരിച്ച ഭക്തിൻ്റെ പ്രോബ്ലംസ് ഓഫ് ഡെസ്റ്റോവ്സ്കീസ് പോയറ്റിക്സ് എന്ന PhD പ്രബന്ധം ഒഫീഷ്യലായ മാർക്സിസ്റ്റ് വീക്ഷണത്തിന് നിരക്കുന്നതല്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് PhD കിട്ടാൻ തന്നെ വൈകി. ആ പ്രബന്ധം 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പോഴേക്കും ഭക്തിൻ്റെ മരണകാലമായി. അതുപോലെ തന്നെ റാബലെ ആൻഡ് ഹിസ് വേൾഡ് എന്നു പേരായ ലോകത്തെ ആദ്യത്തെ പ്രധാന നോവലുകളിലൊന്നായ റാബലയുടെ ഗർഗ്വാൻഡെ ആൻഡ് പൻഡാഗ്രുവൽ എന്ന നോവലിനെ കുറിച്ചുള്ള ഭക്തിൻ്റെ പഠനം, അതിലാണ് അദ്ദേഹം കാർണിവൽ എസ്തെറ്റിക്സ്, കാർണിവലസ്ക് എന്ന ആശയം അവതരിപ്പിക്കുന്നത്. ആ പഠനത്തിലാണ് റാബലെ ആൻഡ് ഹിസ് വേൾഡ്. അതും ഒഫീഷ്യലായി തള്ളപ്പെട്ട പുസ്തകമാണ്. ഞാൻ പറഞ്ഞത് ഈ സോവിയറ്റ് മാർക്സിസത്തിൻ്റെ യാന്ത്രികത മാർക്സിസത്തിന് ഉണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമല്ല. അത് മാർക്സിസത്തിൻ്റെ സർഗാത്മകതയെ തടഞ്ഞു വച്ചത് ചെറിയ അളവിലൊന്നുമല്ല. ഭാഷയിലും തത്വചിന്തയിലും ഒക്കെയുള്ള കുതിപ്പുകളെ അടച്ചു വച്ച് 3-ാം തരം ധൈഷണികതയെ മാർക്സിസ്റ്റ് ധൈഷണികത എന്ന് ഉറപ്പിച്ചെടുക്കുന്നതിൽ അത് നൽകിയ സംഭാവന വളരെ വലുതാണ്. അതിനെ മറികടക്കുകയല്ലാതെ, തള്ളിപ്പറയുകയല്ലാതെ നമുക്ക് യാതൊരു വഴിയുമില്ല എന്നാണ് എൻ്റെ ഉറച്ച ബോധ്യം. സോവിയറ്റ് മാർക്സിസത്തിൻ്റെ മറ്റു വലിയ സംഭാവനകളുണ്ട്. റഷ്യയെ, ഹിറ്റ്ലറെ കീഴ്പ്പെടുത്തിയതിൻ്റെ സംഭാവന, ലോക മുതലാളിത്തത്തെ വെല്ലുവിളിച്ചതിലുള്ള അതിൻ്റെ പങ്ക്, അതെല്ലാം ബഹുമാനപൂർവ്വം ആദരിച്ചുകൊണ്ട് തന്നെ നാം ഈ പരാധീനതയെ, സൈദ്ധാന്തികമായി ഈ ദൗർബല്യത്തെ മറികടക്കുക തന്നെ വേണം. അല്ലെങ്കിൽ മാർക്സിസം കൊണ്ട് നിങ്ങൾക്ക് സമകാലികതയോട് സംസാരിക്കാൻ കഴിയില്ല. പ്രതിഫലനപരമൊന്നുമല്ല മാർക്സിസം. അങ്ങനെ ആക്കാനുള്ള ഏത് ശ്രമവും മാർക്സിസത്തിൻ്റെ വേര് പറിച്ച് കളയും എന്നതിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് 30കളിൽ ഇങ്ങനെ ധാരാളം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മാർക്സിസത്തിനകത്ത്, പ്രത്യക്ഷമായിട്ടല്ല.
അതിനൊന്നും ഔപചാരികമായ അംഗീകാരം കിട്ടിയതുമില്ല. ഗ്രാംഷിയുടെ ശ്രമങ്ങൾ 30കളിൽ നടന്നു, 70കളിലാണ് പുറത്തു വന്നത്. ഭക്തിൻ്റെ വലിയ പഠനങ്ങൾ, വോളോഷിനോവിൻ്റെ പഠനങ്ങൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. അതും 70-80കളിലാണ് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. മറ്റൊരു ശ്രമം, ഗ്രാംഷിയെ പിൻപറ്റിക്കൊണ്ട് ഇതിനെ വികസിപ്പിക്കാൻ ശ്രമിച്ച ഒരാൾ അൽത്യൂസറാണ്. അൽത്യൂസർ പ്രത്യയശാസ്ത്രം എന്ന പഴയ സങ്കല്പനത്തെ സൂക്ഷ്മവൽക്കരിക്കുകയും പ്രത്യയശാസ്ത്രം എന്നതിനെക്കുറിച്ചുള്ള പഴയൊരു ധാരണയെ കപടാവബോധം, ഫോൾസ് കോൺഷ്യസ്നെസ് എന്ന എംഗൽസ് നൽകിയ ആ വിശദീകരണത്തെ തിരുത്തുകയും പ്രത്യയശാസ്ത്രപരം കൂടിയായിട്ടാണ് മനുഷ്യാവബോധം രൂപപ്പെടുന്നത് എന്ന നിലയിലേക്ക് ആ ധാരണയെ കൊണ്ടുവരികയും ചെയ്തു. മാർക്സിന് സൂക്ഷിച്ചു വായിച്ചാൽ മാർക്സിൽ പ്രത്യയശാസ്ത്രത്തിന് വ്യത്യസ്ത വിവക്ഷകളുണ്ട്. അത് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ ജർമ്മൻ പ്രത്യയശാസ്ത്രം എന്ന കൃതിയിൽ മാർക്സിൻ്റെ കൗതുകമുള്ള ഉദാഹരണം, ഒരു ക്യാമറ ഒബ്സ്ക്യൂറയിൽ എന്നതുപോലെ യാഥാർത്ഥ്യം തലകീഴായി തെളിയുന്ന സ്ഥലമാണ് പ്രത്യയശാസ്ത്രം. മതത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഭൗതികമായ ജീവിത ദുരിതങ്ങളാണ് പ്രശ്നമെങ്കിലും അത് മറ്റൊരു ലോകത്തിൻ്റെ പ്രശ്നമാണ് എന്ന മട്ടിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മതം ചെയ്യുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിൻ്റെ പ്രശ്നങ്ങളെ തലകീഴായി അവതരിപ്പിക്കുന്നതാണ് പ്രത്യയശാസ്ത്രം, മതം ഒക്കെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പൊതുവെ നിരീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഉദാഹരണമാണ് ക്യാമറ ഒബ്സ്ക്യൂറ. പഴയ ക്യാമറ ലെൻസിൽ അകത്തെ ചില്ലിൽ എന്താ പറയുക, പുറത്തെ ദൃശ്യം തലകീഴായിട്ടാണ് പതിയുക എന്നതുപോലെ. മാർക്സിൻ്റെ കൗതുകമുള്ള വേറൊരു ഉദാഹരണമുണ്ട് കേട്ടോ, അത് കുറച്ചും കൂടി നല്ലതാണ്. മാർക്സ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പഴയൊരു ഗ്രീക്ക് കഥാപാത്രത്തെ മുൻനിർത്തിയിട്ട് പറയുന്നുണ്ട്, അതായത് ഒരു കള്ളൻ പശുവിനെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. പശുവിനെ മോഷ്ടിച്ച് തൻ്റെ ഗുഹയിലേക്ക് ഈ പശുവിനെയും കൊണ്ട് കള്ളൻ പോവുകയാണ്. പക്ഷെ അയാൾ പശുവിനെ ഗുഹയിലേക്ക് കയറ്റുന്നത് മുമ്പിൽ നിന്ന് വലിച്ചു കയറ്റുകയല്ല, പശുവിനെ തിരിച്ചു നിർത്തിയിട്ട് പുറകോട്ട് തള്ളിക്കയറ്റുകയാണ്. ആശയം മനസ്സിലായോ? പശുവിനെ ഗുഹയിൽ നിന്ന് തിരിച്ചു നിർത്തുന്നു, ഗുഹയിലേക്ക് അഭിമുഖമായിട്ടല്ല, ഗുഹയ്ക്കെതിരെ, എന്നിട്ട് മുന്നിൽ നിന്ന് പുറകോട്ട് തള്ളിക്കയറ്റുകയാണ്. അതുകൊണ്ട് കാണുന്ന ആളുകൾക്ക് തോന്നുക ഗുഹയിൽ നിന്ന് ഓടിപ്പോകുന്ന പശുവിനെ ഉടമ അകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. വാസ്തവത്തിൽ മോഷ്ടിച്ച പശുവിനെ അകത്തേക്ക് കൊണ്ടുപോവുക. ഇതാണ് പ്രത്യയശാസ്ത്രം ചെയ്യുന്നതെന്ന് മാർക്സ് ഒരു സ്ഥലത്ത് നിരീക്ഷിക്കുന്നുണ്ട്. അതായത് യഥാർത്ഥത്തിൽ നിങ്ങൾ മോഷ്ടിച്ച സാധനമാണ്, പക്ഷെ കാണുന്നവർക്ക് തോന്നുക ഉടമ പശുവിനെ തൻ്റെ ഗുഹയിലേക്ക് മടക്കി കൊണ്ടുപോവുകയാണ് എന്ന് വളരെ മനോഹരമായ ഒരു മെറ്റഫറിലൂടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കപടബോധമാണ് പ്രത്യയശാസ്ത്രം എന്ന നിരീക്ഷണം മാർക്സ് നടത്തുന്നുണ്ട്. പക്ഷെ മൂലധനത്തിൽ ഒരു സ്ഥലത്ത് മാർക്സ് ഉപയോഗിക്കുന്ന മറ്റൊരു നിരീക്ഷണം, മനുഷ്യർ തങ്ങളുടെ ലോകയാഥാർത്ഥ്യത്തെയും ലോകത്തിലുള്ള തങ്ങളുടെ സ്ഥാനത്തെയും തിരിച്ചറിയുന്നതും അവയ്ക്കെതിരായി പടവെട്ടി അവയെ തിരുത്തുന്നതും പ്രത്യയശാസ്ത്രത്തിനകത്താണ്. ലോകയാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയും അതിനോട് ഫൈറ്റ് ഇറ്റ് ഔട്ട്, അതിനെ പടവെട്ടി തോൽപ്പിക്കുകയും ചെയ്യുന്നത് പ്രത്യയശാസ്ത്രത്തിനകത്താണ് എന്ന് മൂലധനത്തിൽ ഒരിടത്ത് കാണാം. ഈ രണ്ടാമത്തെ നോഷൻ പ്രധാനമാണ്. അവിടെ കപടധാരണയായിട്ട് പ്രത്യയശാസ്ത്രം മാറുകയല്ല, മനുഷ്യബോധത്തിൻ്റെ ഒരു ഭാഗമായി പ്രത്യയശാസ്ത്രം മാറുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ നോഷനെയാണ് അൽത്യൂസർ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ സാങ്കേതിക അംശങ്ങളിലേക്ക് കടക്കാൻ നേരമില്ല. അൽത്യൂസർ വളരെ സങ്കീർണമായൊരു നിർവചനമൊക്കെ കൊടുത്തിട്ട് അതിനെ വലുതാക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രത്യയശാസ്ത്രപരം കൂടിയാണ് മനുഷ്യരുടെ ലോകധാരണ, അതൊരു തെറ്റിദ്ധാരണ മാത്രമല്ല എന്ന നിലയിൽ പ്രത്യയശാസ്ത്രത്തെ ഒരു ഭൗതിക വ്യവഹാരത്തിലെ നിർണായക ഘടകമാക്കി മാറ്റുകയാണ് അൽത്യൂസർ ചെയ്യുന്നത്. ഗ്രാംഷിയിൽ നിന്നാണ് അദ്ദേഹം അതിനുള്ള ഊർജം സ്വീകരിക്കുന്നത്. ഗ്രാംഷിയുടെ സാമാന്യബോധം മുതലായ സങ്കല്പങ്ങളെ അദ്ദേഹം സ്വീകരിക്കുന്നു. അതുപോലെ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന പേരിൽ മറ്റൊരാശയത്തെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഭരണകൂടപരമായ മർദ്ദനോപകരണങ്ങൾ, റെപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്, പോലീസ്, പട്ടാളം, കോടതി, നിയമ സംവിധാനങ്ങൾ, ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ മതം, പൗരോഹിത്യം, വിദ്യാഭ്യാസം, ട്രേഡ് യൂണിയനുകൾ, സംഘടനാ രൂപങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് മറുഭാഗത്തുണ്ട് എന്നും ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിലൂടെയാണ് ഉൽപാദന ശക്തികളെ പുനരുൽപാദിപ്പിക്കുന്നത്. അതായത് അധ്വാന പ്രക്രിയയിൽ പങ്കെടുക്കാൻ ശേഷിയുള്ള തൊഴിലാളിയെ എങ്ങനെയാണ് ഒരു വ്യവസ്ഥ പുനരുൽപാദിപ്പിക്കുന്നത്? മുതലാളിത്ത മൂല്യങ്ങളെ സ്വാംശീകരിച്ച, മുതലാളിത്തത്തിന് പറ്റുന്ന പണിക്കാരായി തീർന്ന ആളുകളെ മുതലാളിത്തം പുനരുൽപാദിപ്പിക്കുന്നത് പ്രത്യയശാസ്ത്ര സംവിധാനങ്ങൾക്കുള്ളിലൂടെയാണ്, ഭരണകൂട സംവിധാനങ്ങൾക്കുള്ളിലൂടെയല്ല.
ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ ലോകം മൂലധനത്തിൻ്റെ പ്രവർത്തനത്തിൽ ഭരണകൂട സ്ഥാപനങ്ങൾക്കുള്ളതിൻ്റെ 1000 മടങ്ങ് ശക്തി പ്രത്യയശാസ്ത്ര സ്ഥാപനങ്ങൾക്ക് കൈവന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്, മാധ്യമങ്ങൾ, മതം, പൗരോഹിത്യം, വിദ്യാഭ്യാസ വ്യവസ്ഥകൾ, ട്രേഡ് യൂണിയനുകൾ, ഇതെല്ലാം ഈ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിൻ്റെ ഭാഗമായി മാറുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ISA എന്ന് അദ്ദേഹം ചുരുക്കി പറയുന്ന പ്രത്യയശാസ്ത്രപരമായ ഭരണകൂട ഉപാധികളെ അട്ടിമറിച്ചുകൊണ്ടല്ലാതെ വാസ്തവത്തിൽ വർഗസമരത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഗ്രാംഷി പറഞ്ഞതിൻ്റെ മറ്റൊരു നിലയിലുള്ള വിവരണമാണ്. കാരണം ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് ലളിതമായി പറഞ്ഞാൽ കൾച്ചറൽ ഡൊമൈനാണ്. ആശയാവലികളുടെ, അനുഭൂതികളുടെ, വിജ്ഞാനത്തിൻ്റെ, അവബോധ നിർമ്മാണത്തിൻ്റെ മണ്ഡലമാണ് പ്രത്യയശാസ്ത്ര ഭരണകൂട ഉപാധികൾ വഴി നടക്കുന്നത്. ഇങ്ങനെ ഗ്രാംഷിയായി, ബ്രെറ്റായി, വാൾട്ടർ ബെഞ്ചമിനായി, അല്ലെങ്കിൽ അൽറ്റ്യൂസറെ പോലുള്ള ആളുകളായി, ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലെ ചില പണ്ഡിതന്മാരായി, അഡോണ പോലെ ഉള്ള ആളുകൾ കൾച്ചർ ഇൻഡസ്ട്രി എന്ന നിലയ്ക്ക് സംസ്കാരം തന്നെ ഒരു വ്യവസായമായി മാറിയിരിക്കുന്നു എന്നും സാമ്പത്തിക ഉൽപ്പാദനത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആശയാവലികളുടെ മേൽപ്പുരയായിട്ടല്ല സംസ്കാരം നിൽക്കുന്നത്, സമ്പദ് വ്യവസ്ഥ തന്നെയായ ഒരു സംസ്കാരം നിലവിൽ വന്നിരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൾച്ചർ ഇൻഡസ്ട്രി, സംസ്കാരം അതിൽ തന്നെ വ്യവസായമായി. ഒരുപക്ഷെ അതിൻ്റെ സമീപകാല ഉദാഹരണങ്ങളിൽ ഒന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലോകത്ത് അടുത്ത കഴിഞ്ഞൊരു 20 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച ടൈറ്റാനിക് പോലൊരു സിനിമ, ആ ടൈറ്റാനിക് എന്ന സിനിമയുടെ വിറ്റുവരവായിട്ടൊരു ഘട്ടത്തിൽ കണ്ടത് $800 കോടി. $800 കോടി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ലോകത്തെ എത്രയോ രാജ്യങ്ങളുടെ ആനുവൽ ബജറ്റിനേക്കാൾ കവിഞ്ഞ തുകയാണ് ഒരു സിനിമയുടെ വിറ്റുവരവ്. പഴയ അർത്ഥത്തിൽ ആ സിനിമ സാംസ്കാരിക മേൽപ്പുരയിലെ ഒരു ഘടകം മാത്രമാണ്. ഇന്ന് ആ സിനിമ എന്ന് പറയുന്നത് ലോകത്തെ 190 രാഷ്ട്രങ്ങളിൽ ഏതാണ്ട് 100 രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയത്തേക്കാൾ വലിയ സാമ്പത്തിക പ്രവർത്തനമാണ് ഒരു സിനിമ. ഇന്നിപ്പോൾ മർഡോക്കിനെ നോക്കിയാൽ, അല്ലെങ്കിൽ ഇന്ന് ലോകത്തെ പ്രധാനപ്പെട്ട ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലയെ നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഉടമയായ സുക്കർബർഗിനെ നോക്കിയാൽ, അവരുടെയൊക്കെ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനമായിരിക്കുന്നത് നേരിട്ടുള്ള ഉൽപ്പാദനങ്ങളൊന്നുമല്ല, മറിച്ച് ആശയവ്യവസ്ഥകളുടെയും അനുഭൂതികളുടെയും നിർമ്മാണ മണ്ഡലമാണ്. അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ മേൽപ്പുര, സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡിവിഷൻ ഏതാണ്ട് യും ഇവ തമ്മിൽ കൂടിക്കലരുന്ന പുതിയൊരു മണ്ഡലം പിറവിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. മേൽപ്പുരയ്ക്ക് അടിത്തറയുടെ സ്വഭാവം കൈവന്നിരിക്കുന്നു. അടിത്തറ പലപ്പോഴും മേൽപ്പുരയായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കൂടിക്കുഴലിനെയൊക്കെ ഫ്രാങ്ക്ഫർട്ട് ചിന്തകന്മാർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറയുന്നതിലേക്ക് നോക്കിയാൽ ഈ പ്രശ്നം കൂടുതൽ ശക്തമായിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓഹരി കമ്പോളത്തിൽ ഓഹരിക്ക് വില കൂടുകയും കുറയുകയും ചെയ്യുന്നതിന് വസ്തുനിഷ്ഠമായ യാതൊരു അടിസ്ഥാനവുമില്ല, ഊഹം മാത്രമാണ്. SBIയുടെ ഒരു ഓഹരി 100 രൂപ ഫേസ് വാല്യൂ ഇട്ട് കമ്പോളത്തിലേക്ക് ഇറക്കുന്നു, അപ്പം തന്നെ അത് വിറ്റുപോകുന്നത് 3000 രൂപയ്ക്കാണ്. 100 രൂപ വില നിശ്ചയിച്ച ഓഹരി എങ്ങനെയാണ് 3000 രൂപ നേടുന്നത്? SBI എന്ന സ്ഥാപനത്തിനുള്ള ഒരു വിശ്വാസ്യതയാണ് ഈ വിലയുടെ അടിസ്ഥാനം. അതല്ലാതെ വേറെ ഭൗതിക ആധാരങ്ങളൊന്നുമില്ല. നിങ്ങൾ 5 ലക്ഷം രൂപ കൊടുത്തൊരു കാറ് വാങ്ങുമ്പോൾ ആ കാറിൻ്റെ ഭൗതിക മൂല്യമാണ് 5 ലക്ഷം രൂപ. അതേസമയം ഭൗതിക മൂല്യമല്ല, കമ്പോളത്തിലെ വിശ്വാസ്യത. ആ വിശ്വാസ്യതയ്ക്ക് മുകളിലുള്ള ഊഹപരമായ വില യാഥാർത്ഥ്യമായി മാറുകയാണ്. ഇൻ്റർനെറ്റിൽ നിന്ന് നിങ്ങളൊരു പുസ്തകം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ പുസ്തകമായി മാറുന്നു ഭൗതിക രൂപത്തിൽ. അതിനു മുമ്പും പക്ഷേ കോടാനുകോടി പുസ്തകങ്ങൾ ഈ വെർച്വൽ ഡൊമൈനിൽ നിലനിൽക്കുന്നു. അതില്ലാത്തവയല്ല, ഉള്ളതിൻ്റെ രൂപം വേറെയാണ്. വെർച്വൽ റിയാലിറ്റിയിൽ പുസ്തകമില്ലാന്നോ, സിനിമയില്ലാന്നോ, നാടകമില്ലാന്നോ, സംഗീതമില്ലാന്നോ ഒന്നും പറയാൻ പറ്റില്ല. അവയെല്ലാം നിലനിൽക്കുന്നു, പക്ഷേ വസ്തുരൂപത്തിലല്ല. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിൻ്റെ വസ്തുപ്രകൃതം മാറുകയും യാഥാർത്ഥ്യം തന്നെ മിഥ്യാത്മകമായ പുതിയൊരു പ്രകൃതം കൈവരിച്ച് യാഥാർത്ഥ്യത്തിൻ്റെ മണ്ഡലത്തെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ വെർച്വൽ റിയാലിറ്റിയുടെ ഡൊമൈനിൽ കാണുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഉൽപ്പാദന വ്യവസ്ഥാപരമായ ഭൗതിക രൂപ അടിത്തറ, ആശയാവലികളുടെ ലോകം മേൽപ്പുര എന്ന യുക്തിയുമായിട്ട് നിങ്ങളതിനെ സമീപിക്കാൻ പോയാൽ ഈ പ്രശ്നമൊന്നും ഇതിൻ്റെ ഉള്ളിൽ എവിടെ ഒതുങ്ങില്ല. ഈ പ്രശ്നം വളരെ മുമ്പേ കാണുന്ന ഒരാളാണ് അഡോണോയെ പോലുള്ള ആളുകൾ. അവരതിനെ മറ്റ് പല വിശദാംശങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. ഞാനതിൻ്റെ സൂക്ഷ്മതയിലേക്ക് കടക്കാതെ പൊതുവെ പറയാം, സംസ്കാരം എന്നത് ഉപരിഘടനാപരമായ ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒരു അനുബന്ധ ലോകമല്ല. സംസ്കാരം
അടിത്തറയായിത്തീരുന്ന വ്യവസായത്തിൻ്റെ പ്രകൃതം തന്നെ കൈവരിച്ചിരിക്കുന്നു എന്ന നിലയിൽ ആ സംസ്കാര വ്യവസായമാകട്ടെ അവബോധ നിർമ്മാണത്തിൽ ഇടപെടുന്ന ഏറ്റവും ശക്തമായ പ്രതിലോമ മണ്ഡലമായി മാറിയിരിക്കുന്നു എന്നെല്ലാം ഫ്രാങ്ക്ഫർട്ട് ചിന്തകന്മാർ പല രൂപത്തിൽ സൂചിപ്പിക്കുകയും മനുഷ്യരുടെ മൗലികമായ ഉണ്മയെ ഇത് അട്ടിമറിക്കുകയും ചെയ്യുന്നതായിട്ട് അവർ നിരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ സംസ്കാരത്തെ മാർക്സിസ്റ്റ് വിശകലനത്തിൻ്റെ ഓരോ പടവിൽ വച്ച് ഉയർന്നു വരുന്ന പുതിയ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പല രൂപത്തിൽ സംസ്കാരത്തിൻ്റെ ഭൗതികതയെയും അതിൻ്റെ ഭൗതിക ജീവിതത്തിലുള്ള അതിൻ്റെ ഇടപെടൽ ശേഷിയെയും വിശദീകരിക്കാനാണ് ഈ പറയുന്ന ചിന്തകന്മാരൊക്കെ ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് ശ്രമിക്കുന്നത്. 70-കൾക്ക് ശേഷം വികസിച്ചു വന്ന മറ്റൊരു പ്രവണതയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംസ്കാര പഠനം. സംസ്കാര പഠനം ചെയ്തത് അവരെല്ലാം പൊതുവിൽ മാർക്സിസ്റ്റുകളാണ്. അവർ ചെയ്ത ഒരു കാര്യം, സംസ്കാരം എന്നത് ഒരു വിശേഷ മേഖലയല്ല, സംസ്കാരം എന്നത് ഒരു ജീവിത പ്രയോഗങ്ങളുടെ ആകത്തുകയാണ്. റൈമണ്ട് വില്യംസിൻ്റെ വളരെ പ്രസിദ്ധമായ വിശദീകരണം കൾച്ചർ ഈസ് ദ ഹോൾ വേ ഓഫ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിലും ലോങ് റവല്യൂഷൻ എന്ന അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിലും സംസ്കാര പഠനത്തിൻ്റെ അടിസ്ഥാനങ്ങളെ അദ്ദേഹം മുമ്പോട്ട് വെച്ചു. ദ ഹോൾ വേ ഓഫ് ലൈഫ്, തങ്ങളുടെ നിത്യജീവിത ആയോധനത്തിൻ്റെ ഭാഗമായി മനുഷ്യർ ഏർപ്പെടുന്ന എല്ലാ പ്രക്രിയകളും പ്രയോഗരൂപങ്ങളും ഉൾപ്പെട്ട് നിൽക്കുന്ന സമഗ്രമായൊരു ബന്ധവ്യവസ്ഥയാണ് സംസ്കാരം, അതിലൊരു ഘടകമല്ല. അതുകൊണ്ട് സംസ്കാരം ഒരു സമഗ്ര വ്യവസ്ഥയാണ്. ആ സമഗ്ര വ്യവസ്ഥയിൽ കളികളുണ്ട്, സംഗീതമുണ്ട്, വിശ്രമമുണ്ട്, വിനോദമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, ഭക്ഷണശീലങ്ങളുണ്ട്, ആരാധനാക്രമമുണ്ട്, മതമുണ്ട്, സർവ്വതുമുണ്ട്. ഓൾ ഇൻക്ലൂസീവായൊരു സിസ്റ്റം, ദ ഹോൾ വേ ഓഫ് ലൈഫ്. ഇതിൽ ഓരോ സവിശേഷ സംസ്കാര ഘടകവും ആ വ്യവസ്ഥയിലെ ഇതര ഘടകങ്ങളുമായുള്ള വിനിമയങ്ങളിലൂടെ എങ്ങനെ നിലവിൽ വരുന്നു, 2 നിലവിൽ വന്നവ ആ വ്യവസ്ഥയ്ക്കുള്ളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, 3 ആ പ്രവർത്തനത്തിലൂടെ അത് എന്തെന്ത് ഫലങ്ങൾ ഉളവാക്കുന്നു. ഇങ്ങനെ സംസ്കാരത്തെ വ്യവസ്ഥാപരമായി കാണുക, ആ വ്യവസ്ഥയുടെ ഭൗതിക പ്രയോഗങ്ങളാണ് സാംസ്കാരിക നിർമ്മിതികളായി മാറുന്നതെന്ന് വിശദീകരിക്കുക, ആ ഭൗതിക പ്രയോഗങ്ങൾ ആ വ്യവസ്ഥയിൽ തന്നെ ഫലമുളവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുക. ഈ നിലയിൽ സംസ്കാരത്തെക്കുറിച്ചുള്ള ഈ അടിത്തറ മേൽപ്പുര എന്നുള്ള വിഭജനത്തെ തിരുത്തിക്കൊണ്ട് വ്യവസ്ഥാപരമെന്ന നിലയിലേക്ക് അതിനെ പരിണമിപ്പിക്കാനാണ് ഈ സംസ്കാര പഠിതാക്കൾ ശ്രമിക്കുന്നത്. അങ്ങനെ മാർക്സിസ്റ്റ് സംസ്കാര വിശകലനത്തിൻ്റെ മറ്റൊരു പടവ് നമ്മൾ ബ്രിട്ടീഷ് കൾച്ചർ സ്റ്റഡീസിൽ കാണുന്നു. അതിൻ്റെ മൊനയും മൂർച്ചയും ഒക്കെ പിന്നീട് അമേരിക്കൻ കൾച്ചർ സ്റ്റഡീസിലേക്ക് പോയതോടെ നഷ്ടപ്പെട്ടു. അത് മധ്യവർഗ ജീവിത രീതികളുടെ ഒരു വിശകലനമോ വിശദീകരണമോ ഒക്കെ ആയിട്ട് മാറി എന്നത് വേറൊരു കാര്യം. അതുകൊണ്ട് പിന്നീട് ബ്രിട്ടീഷ് കൾച്ചർ സ്റ്റഡീസിൻ്റെ വക്താക്കൾ തന്നെ കൾച്ചർ സ്റ്റഡീസിനെ കൈയൊഴിയുന്ന സ്ഥിതിയും ഉണ്ടായി. എങ്കിലും ഞാൻ പറഞ്ഞു വന്നത് ഈ ഗ്രാംഷിയുടെയും അൽത്യൂസറുടെയും ഒക്കെ ഇടപെടലുകളുടെ മറ്റൊരു പടവ് പോലെയാണ് 70-കൾ മുതൽ മാർക്സിസത്തിൻ്റെ സംസ്കാര സിദ്ധാന്തത്തിൽ സാംസ്കാരിക പഠനങ്ങൾ എന്ന നിലയിലുള്ള ആശയങ്ങൾ വന്നത്. തുടർന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒറ്റതിരിഞ്ഞ പണ്ഡിതന്മാർ പല രൂപത്തിൽ ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോരുത്തരെക്കുറിച്ചും ഇതുപോലെ 2-3 മണിക്കൂർ സിദ്ധാന്തപരമായി വിശദീകരിക്കേണ്ടവരാണ്. ഏറ്റവും പ്രാമാണികനായ ഫ്രെഡറിക് ജെയിംസൺ, അല്ലെങ്കിൽ പിയറി ബോർദ്യുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട പരികൽപ്പനയാണ്, അദ്ദേഹം സ്വയം ഒരു മാർക്സിസ്റ്റ് അല്ല, പക്ഷേ മാർക്സിസത്തിൻ്റെ ആശയാവലികളെ ഉപയോഗിച്ച് സോഷ്യോളജി എന്ന വിജ്ഞാന ശാഖയെ നവീകരിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ആളാണ് പിയറി ബോർദ്യു കൾച്ചറൽ ക്യാപിറ്റൽ എന്ന സങ്കല്പനം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു വ്യക്തിയുടെ സാമൂഹ്യ പദവിയെ നിർണ്ണയിക്കുന്നതിൽ സാമ്പത്തിക മൂലധനത്തിന് എത്ര പങ്കുണ്ടോ അത്ര തന്നെ പങ്ക് സാംസ്കാരിക മൂലധനത്തിനും ഉണ്ട്. എന്താണ് സാംസ്കാരിക മൂലധനം? നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ജീവിത വ്യവസ്ഥകളിൽ നിന്ന് നിങ്ങൾ ആർജിക്കുന്ന അഭിരുചികളും വീക്ഷണങ്ങളും ചേർന്നതാണ് സാംസ്കാരിക മൂലധനം. ഈ സാംസ്കാരിക മൂലധനത്തിൻ്റെ അഭാവത്തിൽ സാമൂഹിക തുല്യത കൈവരില്ല. ജാതിയെ മനസ്സിലാക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്നത്. കാരണം ജാതി ഒരു വ്യക്തിക്ക് നിഷേധിക്കുന്നത്, ജാതി വ്യവസ്ഥ ഒരു വ്യക്തിക്ക് നിഷേധിക്കുന്നത് സാമ്പത്തിക മൂലധനം മാത്രമല്ല, സാംസ്കാരിക മൂലധനം കൂടിയാണ്.
എളുപ്പം മനസ്സിലാവുന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ കർണാടക സംഗീത കച്ചേരി കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്താൽ നിങ്ങൾ വലിയ സംഗീതാസ്വാദകനാണ് എന്ന് നാട്ടുകാരൊക്കെ വകവെച്ച് തരുമെങ്കിലും നിങ്ങൾ മാപ്പിളപ്പാട്ട് കേട്ടാൽ നിങ്ങളൊരു സംഗീതാസ്വാദകനാണെന്ന് ഒരാളും വകവെച്ച് തരില്ല. രണ്ടും പാട്ടാണ്, പക്ഷെ ഒന്ന് കനപ്പെട്ട പാട്ടാണ്, മറ്റതൊരു പാട്ടാണ്. അത്ര ഈ ഭിന്നത. അതുകൊണ്ട് നിങ്ങളുടെ അഭിരുചിയിൽ വെറും അഭിരുചി മാത്രമല്ല, നിങ്ങളുടെ അഭിരുചിയിൽ സാമൂഹിക പദവി നിർമ്മാണം കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊരു തീന്മേശയിൽ ഇരിക്കുമ്പോൾ ആ തീന്മേശയിൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് നിങ്ങൾക്കറിയാം എന്നത്, ആ തീന്മേശയിൽ അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നാൽ അവിടെ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് നിങ്ങൾക്കറിയാമെന്നത് മറ്റൊരാൾക്കറിയില്ല എന്നത് നിശ്ചയമായും പദവി നിർമ്മാണത്തിൽ ഇടപെടുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യരുടെ സാംസ്കാരികമായ ആവിഷ്കാരങ്ങൾക്ക് സാമൂഹിക പദവി നിർണയനത്തിൽ വലിയ പങ്കുണ്ട്. അത് സംഗീതമാകാം, പെരുമാറ്റശീലങ്ങളാകാം, അഭിരുചികളാകാം, വസ്ത്രധാരണക്രമങ്ങളാകാം, ഭാഷാപ്രയോഗങ്ങളാകാം. ഇവയൊക്കെ സമൂഹത്തിൻ്റെ സമത്വപൂർണമായ വിന്യാസത്തെ അലോസരപ്പെടുത്തുന്ന, ദുർബലപ്പെടുത്തുന്ന ഘടകങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സമത്വപൂർണമായൊരു സമൂഹം വരണമെങ്കിൽ സാമ്പത്തിക മൂലധനത്തിൻ്റെ തുല്യത മാത്രം വന്നാൽ പോരാ, സാംസ്കാരിക മൂലധനത്തിലും തുല്യത വരണം. ഈ സാംസ്കാരിക മൂലധനം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചും ബോർദ്യു വലിയ പരിശോധന നടത്തി വലിയ ആലോചനകൾ അദ്ദേഹം മറ്റൊരു നിലക്ക് അവതരിപ്പിച്ചു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രെഡറിക് ജെയിംസൺ, അദ്ദേഹം എങ്ങനെയാണ് നാം കൊണ്ടു നടക്കുന്ന വായിക്കുന്ന നോവലുകൾ, കഥകൾ, ആഖ്യാനങ്ങൾ ഇവയൊക്കെ സവിശേഷമായ ചരിത്ര സാമൂഹിക ബന്ധങ്ങളെ ഉൾക്കൊണ്ടിരിക്കുന്നത്, വർഗബന്ധങ്ങളെ ഉൾക്കൊണ്ടിരിക്കുന്നത്, അവ നമ്മുടെ ബോധപ്രക്രിയയായി മാറി സമൂഹഘടനയിൽ ഇടപെടുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വലിയ ആലോചനകൾ നടത്തുകയുണ്ടായി. അദ്ദേഹം പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് എന്നൊരു സങ്കല്പനം അവതരിപ്പിച്ചു. രാഷ്ട്രീയ അബോധം, രാഷ്ട്രീയ അവബോധമല്ല കേട്ടോ, രാഷ്ട്രീയ ബോധവുമല്ല, രാഷ്ട്രീയ അവബോധവുമല്ല, രാഷ്ട്രീയ അബോധം. ഞാൻ എപ്പോഴൊക്കെ ഈ വാക്കെഴുതി പത്രത്തിലേക്ക് അയച്ചിട്ടുണ്ടോ അത് അച്ചടിച്ച് വരുമ്പോൾ ഒന്നുകിൽ അവബോധമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബോധമായിട്ടുണ്ടാവും. കാരണം നമ്മുടെ പത്രക്കാർ കരുതുന്നത് എന്താ വെച്ചാൽ അവർക്കറിയാവുന്ന അത്രയും മലയാളത്തിൽ വാക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് അവർക്കറിയാവുന്ന രൂപത്തിൽ തിരുത്തും. അതിൽ യാതൊരു സംശയവും ഇല്ല. അങ്ങനെ നല്ല ഉറപ്പുള്ള മനുഷ്യരുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കണേ. രാഷ്ട്രീയ അബോധം എന്ന് എഴുതിയിട്ട് ഞാൻ ബ്രാക്കറ്റിൽ തെറ്റാതിരിക്കാൻ വേണ്ടി പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് ഇംഗ്ലീഷിലും കൂടി എഴുതി കൊടുത്തിട്ട് ഇംഗ്ലീഷ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് മലയാളത്തിൽ രാഷ്ട്രീയ അവബോധം നാക്കിയ പണ്ഡിതന്മാർ വരെ ഉണ്ട്. ഇത് രണ്ട് കാര്യമാണ് എന്ന് പോലും തിരിയുന്നില്ല. ഒരു നിവൃത്തിയില്ല കേട്ടോ. ഞാൻ ഇന്നാൾ ബർജറെ കുറിച്ച്, ജോൺ ബർജർ, മാർക്സിസ്റ്റ് സംസ്കാര ചിന്തയിലെ ഏറ്റവും അവസാനം ഞാൻ പറയാനിരിക്കുന്ന ഒരു പേരാണ്, വലിയ പേരാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു. ബർജർ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബർജറെ കുറിച്ച് ദീർഘമായൊരു പ്രബന്ധം ഒരുപാട് വായിച്ച് പണിപ്പെട്ട് എഴുതി കൊടുത്തു. നമ്മുടെ ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്നു. ബർജർ കലാനിരൂപനാണ്. ചിത്രകലയെക്കുറിച്ചാണ് അദ്ദേഹം ഏറ്റവും അഗാധമായി പഠിച്ചത്. കലാവിമർശകനാണ്. എന്താണ് ബർജറുടെ കലാവിമർശനത്തിൻ്റെ സവിശേഷത എന്നാണ്. അപ്പം ഞാൻ അതിന് കൊടുത്തൊരു ടൈറ്റിൽ കലയും മൂലധനവും, ബർജറുടെ സന്ദർഭം. കാരണം ബർജർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂലധനം എന്നത് കലയുടെ രൂപസംവിധാനത്തെ എങ്ങനെ മാറ്റി എന്നതാണ്. അല്ലാതെ മൂലധനത്തെക്കുറിച്ച് കല എന്തു പറഞ്ഞു എന്നൊന്നുമല്ല. ബർജറുടെ കലാവിമർശനത്തിൻ്റെ മൗലിക സവിശേഷത ലാൻഡ്സ്കേപ്പ് പോലൊരു പെയിൻറ്റിങ്, നിയോ ക്ലാസിക്കൽ ന്യൂഡ് പെയിൻറ്റിങ്ങുകൾ, ഇങ്ങനെ ചില സവിശേഷ ജനുസുകൾ അതിൽ തന്നെ എങ്ങനെയാണ് മൂലധന ബന്ധങ്ങളായിരിക്കുന്നത്. അല്ലാതെ മൂലധനം ഉണ്ടാക്കുന്ന, ഇപ്പോൾ ചാൾസ് ഡിക്കൻസിൻ്റെ നോവലുകളിൽ 19-ാം നൂറ്റാണ്ടിലെ മുതലാളിത്തത്തിൻ്റെ, വ്യവസായത്തിൻ്റെ ചൂഷണം നമുക്ക് വായിക്കാൻ കഴിയും എന്നർത്ഥത്തിലൊന്നുമല്ല. ലാൻഡ്സ്കേപ്പിൽ നോക്കിയാൽ നിങ്ങൾ ഒരു മൂലധനവും കാണില്ല, ഒരു മുതലാളിയും കാണില്ല, മറിച്ച് വലിയൊരു പ്രകൃതി ദൃശ്യം കാണും. കാണുമ്പോൾ നല്ല ഭംഗിയാണ്, സന്തോഷമായിട്ട് നമ്മളും കാണും. ഈ കാഴ്ചയ്ക്ക് പിറകിലുള്ള മൂലധന ബന്ധം എന്താണ്? ഇതാണ് സവിശേഷമായ പ്രശ്നം കേട്ടോ. മാർക്സിസത്തിൻ്റെ കാതൽ കിടക്കണം അവിടെയാണ്. അതല്ലാതെ പ്രമേയമായിട്ട് വർഗസമരം വരുന്നതല്ല. വർഗബന്ധങ്ങൾ എങ്ങനെയാണ് കലാവസ്തുവായി മാറുന്നത്, വർഗബന്ധങ്ങൾ രൂപമായി മാറുന്നത് എങ്ങനെയാണ്, വർഗബന്ധം പുതിയ ജനുസുകളെ കലാവസ്തുക്കളിൽ അവബോധത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെയാണ്. ഫോം ഇറ്റ്സെൽഫ് ഈസ് എ സോഷ്യൽ എക്സ്പ്രഷൻ. ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു വിജ്ഞാന രൂപം, ഒരു ആവിഷ്കാരക്രമം
അതിൽ തന്നെ ഒരു സാമൂഹ്യ ബന്ധമാണ്. അല്ലാതെ ഒരു കലാരൂപത്തിനകത്ത് പ്രമേയമായി വരുന്നതല്ല സാമൂഹ്യ ബന്ധം, ആ രൂപം തന്നെ സാമൂഹ്യ ബന്ധമാണ് എന്നുള്ള വളരെ ആഴത്തിലുള്ള ഒരു മാർക്സിസ്റ്റ് വിശകലനം ചിത്രകലയെ മുൻനിർത്തി നടത്തിയ ആളാണ് ജോൺ ബർജർ. അത് മുഴുവൻ വിസ്തരിച്ച് കുത്തിയിരുന്ന് പഠിച്ച് 2-3 മാസം വായിച്ചിട്ടൊക്കെയാണ്, നോട്ടൊക്കെ തയ്യാറാക്കിയാണ് ഞാൻ അതിദീർഘമായ ഒരു പ്രബന്ധം കലയും മൂലധനവും ബർജറുടെ സന്ദർഭം എന്ന ശീർഷകത്തിൽ കൊടുത്തത്. അച്ചടിച്ചു വന്നപ്പോൾ ആ ലേഖനത്തിൻ്റെ പൊതുവായ തലക്കെട്ട് സാഹിത്യ ചിന്ത എന്നായിരുന്നു. എന്ത് ചെയ്യും? സാഹിത്യ ചിന്ത. ലേഖനത്തിൻ്റെ ശീർഷകം ജോൺ ബർജറുടെ മൂലധനം. ഇങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ മലയാളത്തിൻ്റെ ബൗദ്ധിക ജീവിതത്തിൻ്റെ ഒരു പടുതി. ഇതിനിടയിൽ വേണം കഴിഞ്ഞുകൂടാൻ. അതേസമയം നിങ്ങൾ 4 ആളുകൾക്കെതിരെ എന്തെങ്കിലും ഗോസിപ്പ് പറയുകയാണെങ്കിലുണ്ടല്ലോ 1-ാം പേജിൽ അടിച്ചു വരും. ഇതിപ്പോൾ ഉള്ള സൂക്കേടൊന്നുമല്ല കേട്ടോ. കേസരി ബാലകൃഷ്ണപിള്ളയ്ക്ക് ലേഖനം എഴുതാൻ മാസികയില്ലാതിരുന്ന രാജ്യമാണിത്. 940-കളിൽ അദ്ദേഹം തൻ്റെ ചരിത്ര പ്രബന്ധങ്ങളൊക്കെ എഴുതിയത് ഏതെങ്കിലും അമ്പല കമ്മിറ്റിക്കാരുടെ ഉത്സവ സോവനീറിലാണ്. വിജയമാഷ് ഒരാളുണ്ടായതുകൊണ്ട് നാട് മുഴുവൻ നടന്ന് അത് തപ്പിയെടുത്ത് അന്ന് കൈകൊണ്ട് പകർത്തി എഴുതി അത് സൂക്ഷിച്ച് സാഹിത്യ പ്രവർത്തക സംഘത്തെ കൊണ്ട് അച്ചടിപ്പിച്ച് നമ്മുടെ മുമ്പിൽ എത്തിച്ചതുകൊണ്ട് ഇന്ന് പുസ്തകമായിട്ട് നമ്മുടെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട്. വായിക്കണമെന്നില്ല, അത് വേറെ കാര്യം. എങ്കിലും പുസ്തകമായിട്ട് വിജയമാഷ് ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് വാസ്തവത്തിൽ കേസരി ബാലകൃഷ്ണപിള്ള മരിക്കാതെ നമ്മുടെ മുമ്പിൽ ഇന്നുള്ളത്. അല്ലെങ്കിൽ എന്നോ വിസ്മൃതമായി പോയാൽ. കാരണം ഈ മീഡിയോക്രിറ്റിക്കും ഇടത്തരം തർക്കങ്ങൾക്കും തലവെച്ച് കൊടുത്ത് അത് വലിയൊരു ബൗദ്ധിക പ്രവർത്തനമാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള നമ്മുടെ ശേഷി അത്യസാധാരണമാണ്. അത് വല്ലാത്തൊരു സൂക്കേടാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചാനൽ ചർച്ച നോക്കിയാൽ കാണാമല്ലോ, അപ്പുറം ഇപ്പുറം 2 ആളുകൾ വന്നിരിക്കുക, ഈ പോര് കോഴി കൊത്തണ പോലെയാ, കാണുമ്പോൾ ഒരു രസമാണ്, അത്രയേ ഉള്ളൂ. ഈ വന്നിരിക്കുന്ന ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് എന്താ പറയാൻ പോണേന്ന് അവർ പറഞ്ഞേക്ക് മുമ്പ് നമുക്കൊക്കെ അറിയാം. കാരണം ഈ ചർച്ച ചെയ്യാനായിട്ടല്ല ഈ ആകെ 15 പേരേ ഉള്ളൂ. ആ 15 പേര് ലോകത്തെ ഏത് വർഷത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. അവർ പറയുന്നതിന് മുമ്പ് തന്നെ അവരെന്താ പറയാൻ പോണേന്ന് നമുക്കറിയാം. പിന്നെ എന്തിനത് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രസം ഇത് വെറുതെ വരുന്നതല്ല കേട്ടോ. എല്ലാ സാമൂഹിക സംവാദങ്ങളെയും വിഷയങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ധാരണയാക്കാൻ അനുവദിക്കാതെ സാമൂഹിക സംവാദങ്ങളെ നേരമ്പോക്കുകളും തർക്കങ്ങളും അത് നൽകുന്ന രസാനുഭൂതിയുമാക്കി മാറ്റിക്കൊണ്ട് സംവാദാത്മകമായ അവബോധ നിർമ്മാണത്തെ തർക്കങ്ങളിൽ കുടുക്കിയിടുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. നമ്മളൊക്കെ വളരെ കൂടുതൽ അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞവരും ആണ്. അത് ലളിതമായി സംഭവിക്കുന്നതല്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ബർജറെ പോലെ ഒരാൾ മാർക്സിസ്റ്റ് കൾച്ചറൽ ക്രിറ്റിസിസം, വാസ്തവത്തിൽ ഈ സംസ്കാര പഠനമൊക്കെ രൂപപ്പെടുന്നതിനും വളരെ മുമ്പ് തന്നെ സംസ്കാര പഠനത്തിൻ്റെ വഴി തെളിയിച്ചെടുത്ത ആളാണ് ജോൺ ബർജർ എന്ന് പറയുന്ന കലാവിമർശകൻ. ഇങ്ങനെ ധാരാളം പേർ, ഇപ്പം ഇന്ത്യയിലേക്ക് നോക്കിയാൽ ഗീതാ കപൂറിനെ പോലെ ഉള്ള ആളുകൾ, അങ്ങനെ ധാരാളം പേരുണ്ട്. ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സംസ്കാരത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് കേവലമായ ഒരു ഉപരിതല അനുബന്ധ ലോകമല്ല, മറിച്ച് അവബോധ നിർമ്മാണത്തിൻ്റെ മണ്ഡലമാണ്. ഈ അവബോധ നിർമ്മാണത്തിൻ്റെ മണ്ഡലത്തിൽ അധീശവർഗപരമായ ലോകബോധത്തിന് വമ്പിച്ച മേൽക്കൈയുണ്ട്. മതബോധമായിട്ടോ മൂലധന താല്പര്യങ്ങളായിട്ടോ ഒക്കെ അവിടെ വമ്പിച്ച മേൽക്കൈ അധീശവർഗ വീക്ഷണങ്ങൾക്കുണ്ട്. ഇതിനെതിരായ സമരത്തെ ഉയർത്തിക്കൊണ്ടുവന്ന്, പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ ഇന്ത്യൻ ഫാസിസത്തിനെതിരായ സമരം എന്ന് പറയുന്നത് സംശയരഹിതമായും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള മുഖ്യധാരാ ബോധ്യത്തിനെതിരായ സമരമാണ്. ആ സമരത്തെ വികസിപ്പിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിൽ ഒരു ചുവട് പോലും വയ്ക്കാൻ പറ്റില്ല. ഇത് ഗ്രാംഷി അന്നേ കാണുന്ന കാര്യമാണ്. ലോകത്തിൻ്റെ ഓരോ മേഖലകളിലും ഓരോ സന്ദർഭങ്ങളിലും സാംസ്കാരിക ഘടകങ്ങൾക്ക് ഉള്ള ഉള്ളടക്കവും പ്രാധാന്യവും ഏറിയും കുറഞ്ഞും വരും എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സംസ്കാരം എന്ന് പറയുന്നത്, ഇത് ബുർഷ്വാ സാംസ്കാരിക വിശകലനം മുമ്പോട്ട് വച്ചതുപോലെ മഹാപണ്ഡിതന്മാരുണ്ടാക്കുന്ന ആശയാവലികളോ കവികളും കലാകാരന്മാരും ഉണ്ടാക്കുന്ന സൗന്ദര്യാത്മക ലോകങ്ങളോ അവയുടെ ആസ്വാദനം വഴി നമുക്ക് കൈവരുന്ന ലാവണ്യാനുഭവമോ
മാത്രമല്ല സംസ്കാരത്തിൻ്റെ ലോകം. മറിച്ച് നാം ലോകത്തെ മനസ്സിലാക്കുന്നതും നാം ലോകത്തിൽ ആയിരിക്കുന്നതും ലോകവുമായി നാം പുലർത്തുന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നതുമായ അവബോധ നിർമ്മാണത്തിൻ്റെ മണ്ഡലമാണ് സംസ്കാരം. ഈ അവബോധമാണ് വ്യക്തിയെ കർത്താവാക്കി മാറ്റുന്നത്. അതുകൊണ്ട് വ്യക്തിയെ കർത്താവാക്കി മാറ്റുക എന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, വ്യക്തി എന്നല്ല, ഒരു മനുഷ്യനെ കർത്താവാക്കി മാറ്റുന്ന, ഏജൻ്റാക്കി മാറ്റുന്ന, ഇടപെടൽ ശേഷിയുള്ള, നിർവാഹകത്വമുള്ള മനുഷ്യരായി നമ്മെ മാറ്റി തീർക്കുന്നത് അവബോധ നിർമ്മാണത്തിൻ്റെ മണ്ഡലമാണ്. ഈ അവബോധ നിർമ്മാണത്തിൻ്റെ മണ്ഡലമാണ് സംസ്കാരത്തിൻ്റേത്. ഈ മണ്ഡലത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു സാമൂഹ്യ പരിവർത്തന ശ്രമവും അർത്ഥപൂർണമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് എംഗൽസ് മുതൽ ഗ്രാംഷി വഴി, അൽത്യൂസർ വഴി, ഫെഡറിക് ജെൻസൺ വഴി, ഹാബർമാസ് വഴി, പേറി ബോർഡി വഴി ഒക്കെ സാംസ്കാരിക വിമർശനം പല രൂപത്തിൽ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മുമ്പുള്ളതിനേക്കാൾ പ്രാധാന്യം ഈ ആശയത്തിന് ഇന്ന് നമ്മുടെ ചർച്ചാമണ്ഡലത്തിൽ കൈവന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് കൈവന്നതിനേക്കാൾ എത്രയോ വലിയ പ്രാധാന്യവും എത്രയോ വലിയ കരുതലും ഈ മണ്ഡലത്തിന്, ചർച്ചകൾക്ക്, ഈ മേഖലയിലെ ഇടപെടലുകൾക്ക് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അതിലൂടെ മാത്രമേ ജനാധിപത്യപരമായ, നൈതികമായ ഒരു സമൂഹ നിർമ്മിതി എന്നത് നമുക്ക് കാണാൻ പറ്റും, സൃഷ്ടിക്കാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ പഴയ വീക്ഷണഗതിയുടെ പരാധീനതയായ ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നാരായണ ഗുരുവിനെ പോലെ ഒരാളെ ബൂർഷ്വാ പരിഷ്കരണപരമായ ശ്രമങ്ങൾ നടത്തിയ സാമൂഹ്യ നായകൻ എന്ന നിലയിൽ നാം ചുരുക്കി കാണാൻ പരിശീലിച്ചത് ആശയാവലികളുടെ മണ്ഡലത്തിലുള്ള മൗലികമായ നിർമ്മാണശേഷിയെ ഗുരുവിലൂടെ നോക്കിക്കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഗുരു സ്ഥാപിച്ച വിദ്യാലയങ്ങൾ, ഗുരു നടത്തിയ വ്യവസായ പ്രദർശനങ്ങൾ, ഗുരു നടത്തിയ ഭൗതികമായ അത്തരം ചില ഇടപെടലുകൾ, ജാതിക്കെതിരായ ഗുരുവിൻ്റെ പ്രത്യക്ഷമായ ചില നിർദ്ദേശങ്ങൾ, ഇതിനെയെല്ലാം മാത്രം പരിഗണിച്ച് ഇതിലൂടെ ഗുരുവിനെ മനസ്സിലാക്കുമ്പോൾ ഗുരു ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ച അവബോധപരമായ വമ്പിച്ച ഒരു വിപ്ലവത്തെ, ആ വിപ്ലവത്തിൻ്റെ നൈതികവും ധാർമ്മികവുമായ മാനത്തെ പരിഗണിക്കുന്ന ഒരു വീക്ഷണഗതി നമുക്ക് ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് ഗുരു മറ്റേതെങ്കിലും ഒരു പരിഷ്കർത്താവിനെ പോലെ, അല്ലെങ്കിൽ ബൂർഷ്വാ ആധുനികതയിലേക്ക് കേരളത്തെ കൊണ്ടുവന്ന ധാരാളം പേരിൽ ഒരാളായിട്ട് ഗുരു മനസ്സിലാക്കപ്പെടുകയും ആ മനസ്സിലാക്കൽ ഗുരുവിൻ്റെ മൗലികമായ, വിധ്വംസകമായ നവീകരണ ശേഷിയെ ദുർബലപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറിത്തീരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആശയാവലികളുടെ അനുഭൂതിയുടെ നിർമ്മാണശേഷി എന്നുള്ളത് ചരിത്രത്തെ നയിക്കുന്ന ശക്തികളിലൊന്നായി പലപ്പോഴും പ്രത്യക്ഷപ്പെടാം. അത് എംഗൽസ് സൂചിപ്പിച്ചതുപോലെ ഉൽപാദന വ്യവസ്ഥയുടെ ഒരു അനുബന്ധ മണ്ഡലം, ഉൽപാദന വ്യവസ്ഥയുടെ ഒരു പ്രതിഫലന മണ്ഡലമല്ല, ഉൽപാദന വ്യവസ്ഥയെ അടക്കം പരിവർത്തനപ്പെടുത്തുന്ന സാമൂഹ്യ ചരിത്ര സംഘർഷങ്ങളുടെ നിർണയന കേന്ദ്രമായി സംസ്കാരത്തിൻ്റെ ലോകത്തിന് പലപ്പോഴും മാറിത്തീരാൻ കഴിയും എന്നത് മാർക്സ് വളരെ കൂടുതൽ നമ്മോട് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച കാര്യങ്ങളിലൊന്നാണ്. ഇത് പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്ന മണ്ഡലത്തെ ദുർബലപ്പെടുത്തുകയല്ല, മറിച്ച് പൊളിറ്റിക്കൽ എക്കോണമിയുടെ മണ്ഡലത്തിന് പുറത്തല്ല കൾച്ചർ എന്നും, കൾച്ചറിൻ്റെ മണ്ഡലത്തിന് പുറത്തല്ല പൊളിറ്റിക്കൽ എക്കോണമി എന്നും ഇവ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയുണ്ടെന്നും ഈ പ്രക്രിയയുടെ സ്വഭാവം ലോകത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും ഒരേ തരത്തിലല്ല എന്നുമാണ് നാം മനസ്സിലാക്കേണ്ടത്. 19-ാം നൂറ്റാണ്ടിലെ ഈ പ്രക്രിയാ സ്വഭാവമല്ല 20-ാം നൂറ്റാണ്ടിൽ. ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിൻ്റെ പ്രക്രിയാ സ്വഭാവമല്ല കൺസ്യൂമർ ക്യാപിറ്റലിസത്തിൻ്റേത്. കൺസ്യൂമർ ക്യാപിറ്റലിസത്തിൻ്റെ പ്രക്രിയാ സ്വഭാവമല്ല ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ ഘട്ടത്തിൽ. ഓരോ ഘട്ടത്തിലും മാറി വരും, പ്രക്രിയാപരമായി പരിണമിച്ചുകൊണ്ടിരിക്കും. ആ പരിണാമത്തെ നോക്കിയാൽ മാത്രമാണ് ലെനിൻ പറഞ്ഞിടത്തേക്ക് മടങ്ങി വരാൻ പറ്റുക സമൂർത്ത സാഹചര്യങ്ങളുടെ സമൂർത്ത വിശകലനം. അതുകൊണ്ട് സമൂർത്തതയിലേക്ക് നോക്കുമ്പോൾ ആശയാനുഭൂതികൾ എങ്ങനെയാണ് ചരിത്രത്തിൽ ഇടപെടുന്നത് എന്ന നിർണായകമായ പ്രശ്നം നമുക്ക് കൈവിടാൻ കഴിയില്ല. അങ്ങനെ കൈവിട്ടാൽ ചരിത്രത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ നമുക്ക് അത്രത്തോളം ദൗർബല്യം ഉണ്ടാവും. മാർക്സ് പറഞ്ഞ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാം സത്യത്തോട് പ്രതിബദ്ധരാവാൻ തീരുമാനിച്ചാൽ നാം പറയേണ്ട കാര്യം അവസാന സത്യം നാം പറയുന്നു എന്നല്ല,
നിലനിൽക്കുന്ന നമ്മുടെ ബോധ്യങ്ങളോട് നിശിതമായ വിമർശനം പുലർത്താൻ നാം ആവശ്യപ്പെടുന്നു എന്നതാണ്. സത്യത്തോടുള്ള പ്രതിബദ്ധത നിങ്ങളെ നിലനിൽക്കുന്ന ബോധ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്താൻ അനുവദിക്കുന്നില്ല. എല്ലാ സത്യവും ഞാൻ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇതിനു മുമ്പിൽ മുട്ടുകുത്തുവിൻ എന്ന് നാം ആരോടും ആവശ്യപ്പെടുന്നില്ല. മറിച്ച് നിലനിൽക്കുന്ന ബോധ്യങ്ങൾക്കെതിരെ അവ എത്രമേൽ ബലിഷ്ഠമാണെങ്കിലും അവയ്ക്കെതിരായ വിമർശനം എത്രമേൽ പ്രയാസകരമാണെങ്കിലും ആ വിമർശനം ഉയർത്തുക എന്നതാണ് നമ്മുടെ കടമ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തിയറീസ് ഓഫ് സർപ്ലസ് വാല്യൂവിൻ്റെ അവസാന ഭാഗത്ത് എഴുതുന്നൊരു വാക്യം ഞാൻ ആദ്യ ദിവസം ഉദ്ധരിച്ചിരുന്നു. മാർസിൻ്റെ പോയട്രിയുടെ ഉദാഹരണം പോലെ, ഹാസ് ഇൻ ദ ട്രീ ഓഫ് നോളജ് ബീൻ അറ്റ് ദ സെയിം ടൈം ദ ട്രീ ഓഫ് സിൻ എവർ സിൻസ് ദ ടൈം ഓഫ് ആദം. വിജ്ഞാനത്തിൻ്റെ വൃക്ഷം പാപത്തിൻ്റെ വൃക്ഷം കൂടിയായിട്ടല്ലാതെ ആദത്തിൻ്റെ കാലം മുതൽ നിലനിന്നിട്ടില്ല. അതുകൊണ്ട് വിജ്ഞാനവൃക്ഷത്തിൽ പാപത്തിൻ്റെ കനി വിളയും. ആ പാപത്തിൻ്റെ കനി ഭുജിച്ചാണ് സംശയരഹിതമായും മനുഷ്യവംശം ചുവടുവെക്കുന്നത്. അതുകൊണ്ട് നിശിതമായ വിമർശനം നാം ലോകത്തോടും നമ്മോടും നടത്തിക്കൊണ്ട് മാത്രമേ വാസ്തവത്തിൽ മാർസിനെ നമുക്ക് സർഗാത്മകമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അത് ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയാണ് 2 നൂറ്റാണ്ട് പിന്നിടുന്നൊരു വലിയ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്ത് നിന്ന് നമുക്ക് പുലർത്താനുള്ള സർഗാത്മകമായ പ്രതിബദ്ധത എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.